ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഒന്നിച്ച ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമുക്കൊരവസരം കൂടെ തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ഹഗ്ഗായി ഇസ്രായേൽ ജനത്തോട് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ച ആ ജനത്തോട് അതിനുള്ള തടസ്സമൊക്കെ നാം കണ്ടു. അവരോട് യഹോവ ഹഗ്ഗായിലൂടെ സംസാരിക്കുന്ന വചനങ്ങളാണ്, 1-ാം സന്ദേശമാണ് ആ 1-ാം അധ്യായത്തിൽ നാം കണ്ടത്. കഴിഞ്ഞ ആഴ്ച നാം ഓർത്തത് അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് നാം കാണുകയുണ്ടായി. നാം വായിക്കുന്നത്, അവർ ആ യഹോവയുടെ വാക്ക് കേട്ടു, പ്രവാചകന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചു. നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. യോന നിനവയോട് യഹോവയായ ദൈവം അവരെ നശിപ്പിക്കും എന്ന് അരുളി ചെയ്തു. നാം വായിക്കുന്നത്, അവർ മാനസാന്തരപ്പെട്ടു, രട്ടിലിരുന്ന് അവർ ഉപവസിച്ചു, പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചു. ദൈവം അവരുടെ പ്രവൃത്തികളാൽ അത് കണ്ടു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവം അത് കണ്ടപ്പോൾ, അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ മാറ്റത്തെ വെളിപ്പെടുത്തണം. ദൈവവചനത്തോടുള്ള നമ്മുടെ ആ താല്പര്യം, ദൈവവചനത്തോടുള്ള നമ്മുടെ പോസിറ്റീവ് റെസ്പോൺസ്, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ അനുസരിച്ചു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നാം ഓർക്കുകയുണ്ടായി. ഞാൻ വീണ്ടും അവിടേക്ക് പോവുകയല്ല. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹഗ്ഗായിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന 2-ാം സന്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ആ തീയതിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വായിച്ചിട്ട് ആ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഏഴാം മാസം 21-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായി ശേത്ലിയേലിന്റെ മകനായ സെരുബാബിലിനോടും മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇവിടെ 7-ാം മാസം 21-ാം തീയതി ഹഗ്ഗായി പ്രവാചകനിലൂടെ യഹോവ തന്റെ ജനത്തോട് വീണ്ടും സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ ഈ ഹഗ്ഗായി പ്രവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഓരോ സന്ദേശവും നൽകിയ കൃത്യമായ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യത്യസ്ത സമയങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ നാം കാണുന്നത്
ഒന്നാമത്തെ സന്ദേശം നാം കണ്ടു, അതൊരു ശാസനയുടെ സന്ദേശമാണ്. അവരുടെ വഴികളെ തിരിഞ്ഞു നോക്കുവാൻ, അവരുടെ വഴികളെ പരിശോധിക്കുവാൻ, അവരുടെ ജീവിതത്തിന്റെ കുറവുകളെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം അവരോട് പറയുകയാണ്. ഒരു ശാസനയാണ്, ദ മെസ്സേജ് ഓഫ് റെബ്യൂക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എ മെസ്സേജ് ഓഫ് എൻകറേജ്മെന്റ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് ധൈര്യം നൽകുന്ന ഒരു സന്ദേശമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവം വ്യത്യസ്ത സമയങ്ങളിൽ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. അത് മാത്രമല്ല, വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുസരിച്ച്, വ്യത്യസ്ത ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവം സംസാരിക്കുന്നു. നമ്മെ ശാസിക്കേണ്ട സന്ദർഭങ്ങളിൽ ദൈവം ശാസനയുടെ സ്വരത്തിൽ നമ്മോട് സംസാരിക്കും. നമ്മെ ധൈര്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് ആവശ്യമുള്ള ധൈര്യവും നൽകും. നമുക്ക് ആവശ്യമുള്ള എല്ലാ ആലോചനകളും ദൈവം തന്റെ വചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്, ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ബാധകമായിരിക്കുന്ന എല്ലാ ആലോചനകളും ദൈവവചനത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവവചനത്തിന് മൂല്യച്യുതി സംഭവിക്കുന്നില്ല, അതിന്റെ വാല്യൂ ഒട്ടും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്. മറ്റു മതഗ്രന്ഥങ്ങൾ, ദൈവവചനം, വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, മറ്റു മതഗ്രന്ഥങ്ങൾ പോലെ അല്ല ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്റെ വചനത്തിൽ കൂടെ നൽകിയിട്ടുണ്ട്. നാം ഓർത്തതുപോലെ വ്യത്യസ്ത ആവശ്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ നിലവാരം അനുസരിച്ച്, നമ്മുടെ ആവശ്യം അനുസരിച്ച് ദൈവം സംസാരിക്കുന്നു. നമ്മെ ശാസിക്കേണ്ടപ്പോൾ ശാസനയുടെ സ്വരത്തിൽ ദൈവം നമ്മെ സംസാരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കേണ്ട, ധൈര്യപ്പെടുത്തേണ്ട, ബലപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ധൈര്യത്തിന്റെയും നമുക്ക് ആവശ്യമുള്ള ആ ആലോചനയുടെയും ബലത്തിന്റെയും ഒക്കെ ആ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കും. ശാസന മാത്രമല്ല, ഇത് രണ്ടും ദൈവം നൽകുന്നുണ്ട്. എപ്പോഴും അനുഗ്രഹത്തിന്റെ വാക്കുകളുമല്ല, ശാപത്തിന്റെ വാക്കുകളും ദൈവം സംസാരിക്കുന്നുണ്ട്. നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ ആ ബാലൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ ശുശ്രൂഷകളിലും ഈ ബാലൻസ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് സംസാരിക്കുവാൻ എന്ത് ദൂതാണോ നൽകുന്നത് അതറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്കുണ്ട്. കാരണം കേൾവിക്കാരുടെ താല്പര്യം അനുസരിച്ചല്ല ദൈവത്തിന്റെ വചനം അറിയിക്കേണ്ടത്, കേൾവിക്കാരുടെ ഇഷ്ടമനുസരിച്ചല്ല ജനത്തോട് സംസാരിക്കേണ്ടത്. ജനത്തിന് ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിന് അവരോട് സംസാരിച്ചേ മതിയാവും. ശാസന ഇഷ്ടമല്ല, എന്നാൽ ദൈവം അവരെ ശാസിക്കും. അത് മാത്രമല്ല, ഇവിടെ നാം കാണുന്നത് അവരെ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ട ആ ദൂത് ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു, വ്യത്യസ്ത സമയങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒക്കെ ഇവിടെ കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് 7-ാം മാസം 21-ാം തീയതി. ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, ഈ 7-ാം മാസം 21-ാം തീയതി എന്ന് പറയുന്നത് അവരുടെ ഉത്സവങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് കാണുവാനായിട്ട് കഴിയും, 7-ാം മാസത്തിൽ അവർക്ക് 3 ഉത്സവങ്ങളുണ്ട്. അതിൽ അവസാനത്തെ ആ കൂടാര പെരുന്നാള്, അവരുടെ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കുക, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് വായിപ്പാൻ കഴിയും. അവിടെ നാം വായിക്കുന്നുണ്ട്, 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 7 ദിവസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവർ കൂടാരങ്ങളിൽ പാർക്കണം. മിസ്രൈമിൽ നിന്നും ദൈവം അവരെ കനാനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിൽ പാർത്ത ആ ഓർമ്മ, ദൈവം എങ്ങനെ അവരെ പുലർത്തി, ദൈവം എങ്ങനെ അവരെ നടത്തി, ദൈവം എങ്ങനെ അവരെ പരിപാലിച്ചു, ആ 40 വർഷം അവർ കൂടാരങ്ങളിൽ പാർത്തു, അതിന്റെ ഓർമ്മയായി അവരോട് പറയുകയാണ്, ദൈവം അവർക്ക് കനാൻ വാഗ്ദത്ത നാടായി നൽകുകയും ആ കനാനിൽ ചെന്ന് അവർ വീടുകൾ പണിത് സ്വസ്ഥതയോടുകൂടെ അവിടെ താമസം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ 7-ാം മാസത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവർ ആചരിക്കുന്ന ഉത്സവങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കൂടാരങ്ങളിൽ പാർക്കണം. അതിന്റെ തീയതിയൊക്കെ ആ 23-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ
അതിന്റെ അവസാനിക്കുന്ന ദിവസമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 7-ാം മാസം 21-ാം തീയതി. അന്ന് ഹഗായിയിലൂടെ ദൈവം അവരോട് സംസാരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മുമ്പേ ഓർപ്പിച്ചതുപോലെ, ഇത് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്, അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സന്ദേശമാണ്. അവിടെ നോക്കുമ്പോൾ അതിന്റെ കാരണം, അവരെ എൻകറേജ് ചെയ്യേണ്ടതിന്റെ കാരണം നമുക്ക് കാണാം. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ കാരണം നമുക്ക് കാണുവാൻ കഴിയും. 1-ാം വാക്യത്തിൽ നാം കണ്ടു അവരോട് സംസാരിക്കുന്ന സമയം, ഏത് ദിവസമാണ് സംസാരിക്കുന്നത്. 2-ാം വാക്യത്തിൽ ആരോടാണ് സംസാരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനു മുമ്പ് നാം ആ കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി, സെരുബാബേലിനോടും യോശുവയോടും ജനത്തോടും. അപ്പോൾ എല്ലാവരോടും ദൈവത്തിന് ആലോചനയുണ്ട്. അവിടെ നേതൃത്വമുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. അവിടെ അതും ഞാൻ ഇനിയും വിശദീകരിക്കുന്നില്ല. ഇതിനു മുമ്പ് നാം ആ വാക്യങ്ങളൊക്കെ ചിന്തിച്ചതാണ്. ആ 1-ാം അധ്യായത്തിൽ ആ ഭാഗങ്ങൾ കടന്നു വന്നപ്പോൾ 3-ാം വാക്യം നോക്കുക. 3-ാം വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ ശലോമോൻ നിർമ്മിച്ച ദേവാലയത്തിന്റെ മഹത്വവുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇതൊന്നുമല്ല അതിന്റെ മുമ്പിൽ, ഇത് ഏതുമില്ലാത്തതുപോലെയാണ്. അവിടെ അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Does it not seem to you like nothing in comparison? അതുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. നമുക്ക് എസ്രയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കാണാം. ഈ അടിസ്ഥാനം ഇടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ആർക്കുകയാണ്, യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതോർത്ത്. അപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന പുരോഹിതന്മാരിൽ ആ വന്നവരിലൊക്കെ വയോധികന്മാരായ ആളുകൾ, പഴയ ദേവാലയത്തെ കണ്ടിട്ടുള്ള ആളുകൾ, അവർ കരയുകയാണ്. നോക്കുക, ആ പഴയ ദേവാലയത്തിന്റെ മഹത്വം കണ്ട ജനം ഈ ഏതുമില്ലാത്ത അവസ്ഥ കണ്ടുകൊണ്ട് അവർ കരയുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ യെരൂശലേമിലേക്ക് കടന്നു വന്നു. യെരൂശലേമിൽ ദേവാലയത്തിന് അടിസ്ഥാനം ഇടുമ്പോൾ വെറും ചണ്ടിക്കൂമ്പാരങ്ങളാണ്, ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ കണ്ടുകൊണ്ട് അവർ കരയുകയാണ്, ആദ്യ മഹത്വം കണ്ടവർ. ഈ രണ്ടും ചേർന്ന ഒരു സ്വരമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നുപോയി ആ വാക്യങ്ങളൊന്ന് വായിക്കാം. എസ്രയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് നമുക്കത് കാണുവാനായിട്ട് കഴിയും. ബുക്ക് ഓഫ് എസ്ര ചാപ്റ്റർ 3 വേഴ്സസ് 10 to 13, അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായത്തിൽ നമുക്കതാണ് കാണുന്നത്. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. And when the builders laid the foundation of the temple of the Lord, they set the priests in their apparel with trumpets, and the Levites, the son of Asaph, with cymbals, to praise the Lord after the ordinance of David, king of Israel. And they sang together by course in praising and giving thanks unto the Lord, because he is good, for his mercy endureth forever toward Israel. And all the people shouted with a great shout when they praised the Lord, because the foundation of the house of the Lord was laid. But many of the priests and Levites and chief of the fathers, who were ancient men, that had seen the first house, when the foundation of this house was laid before their eyes, wept with a loud voice, and many shouted aloud for joy, so that the people could not discern the noise of the shout of joy from the noise of the weeping of the people. For the people shouted with a loud shout, and the noise was heard afar off. നമുക്ക് ഇവിടെ നാം കാണുന്നത്, people could not distinguish the sound of the shout of joy from the sound of the weeping. ഇത് തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം ഒരു സമ്മിശ്ര സ്വരം, ആർപ്പിന്റെയും കരച്ചിലിന്റെയും ഒരു സ്വരം നമുക്ക് കാണുവാൻ കഴിയും. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ടതോർത്ത് ആർക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, സംഗീതക്കാരെ നിർത്തിയിട്ടുണ്ട്, പുരോഹിതന്മാരെ ഗാനപ്രതിഗാനം പാടുകയാണ്. യഹോവ നല്ലവൻ, യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അവർ പാടുമ്പോൾ നാം കാണുന്നത് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. അവർ വളരെ സന്തോഷത്തോടെയാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അവിടെ കരയുകയാണ്. അവിടെ നാം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്.
ഇത് രണ്ട് നിലയിൽ നമുക്ക് കാണാം. ഒന്ന്, ജനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രായമുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ഇടിവുകളെ ഓർത്ത്, ദൈവമഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓർത്ത്, ആ ആലയത്തിന്റെ പഴയ ആ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടതോർത്ത്. അതോട് ചേർന്ന് തന്നെ നാം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ഒരു താരതമ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പഴയ കാലങ്ങളെ നാം താരതമ്യപ്പെടുത്താറുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പഴയ കാലത്തിലേക്ക് ഇനിയും നമുക്ക് മടങ്ങിപ്പോകുവാനായിട്ട് കഴിയില്ല. എന്നാൽ പഴയ കാലത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അവിടെ നിന്ന് ചില നല്ല കാര്യങ്ങളെ നമുക്ക് അനുകരിക്കുവാനുണ്ട്. There are some good lessons we have to follow from the past years, but we cannot go back to the past. We have to move on. We have to go forward. നമുക്ക് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. നോക്കെ, ഇനിയും ആ പഴയ ദേവാലയത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അത് ഇടിഞ്ഞുപോയി. ഇനി ആ പഴയ ദേവാലയത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ താരതമ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, താരതമ്യം ചെയ്ത് ചില നല്ല പാഠങ്ങളെ പഠിക്കുക, വീഴ്ചകളെ മനസ്സിലാക്കുക, തെറ്റുകളെ തിരുത്തുക. ഇനി ഒരു നെഗറ്റീവ് സൈഡ്, പണ്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖത്തിലും വിലാപത്തിലും നിരാശയിലും ജീവിക്കുന്നുവെങ്കിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ആ ഒരു സന്ദർഭത്തിലാണ് യഹോവയായ ദൈവം ഹഗ്ഗായിലൂടെ അവരോട് പറയുന്നത്, നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ ആലയം ഏതുമില്ലാത്തതുപോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിന്റെ ഫീലിങ്സ് ദൈവത്തിന് അറിയാം. നമ്മുടെ ചിന്തകൾ ദൈവത്തിന് അറിയാം. എന്താണ് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരം എന്നുള്ളത് ദൈവത്തിന് അറിയാം. ദൈവം അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഇത് ഏതുമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഓർക്കേണ്ട ചില പാഠങ്ങൾ, ഒന്ന്, രണ്ട് നിലയിലുള്ള കമ്പാരിസൺ. ഒന്ന്, പുറകിലേക്ക് നോക്കിക്കൊണ്ട്, കഴിഞ്ഞ കാലങ്ങളെ നോക്കിക്കൊണ്ട്. ഞാൻ വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു ബുക്ക്, പൂർവകാല സ്മരണകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്കുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അങ്കമാലിയിൽ ഉണ്ടായിരുന്ന EP വർഗീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്ന പിതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ആരംഭകാലങ്ങളിൽ തന്റെ ചെറുപ്പകാലത്തെ ആത്മീക തീഷ്ണതയെക്കുറിച്ചും ചെറുപ്പകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ അങ്കമാലിയിൽ ആ പ്രദേശങ്ങളിൽ പണ്ടുകാലത്ത് ലോനപ്പൻ ഉപദേശി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കടന്നു വന്ന് ദൈവവചനം അറിയിച്ചതിനെ കുറിച്ചും ആ കാലങ്ങളിലെ ഉണർവിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഞാൻ കണ്ട ആത്മീയ കാഴ്ചപ്പാടൊന്നും എനിക്ക് ഇപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇനിയും താനാ എഴുതിയ കാലവുമായിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്തെ നാം ഒന്ന് താരതമ്യം ചെയ്താലോ? അവിടെ നിന്നും എത്രയോ മാറ്റം നമുക്കിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തന്റെ ചെറുപ്പകാലത്ത് കണ്ട ആ ആത്മീയ കാഴ്ചപ്പാട്, ആത്മീക തീഷ്ണത, ദൈവവചനത്തോടുള്ള ദാഹം, ആ വാഞ്ച, അതൊന്നും തനിക്ക് പ്രായമായപ്പോൾ അല്ലെങ്കിൽ താൻ ആ പുസ്തകം എഴുതുന്ന സമയത്ത് തനിക്ക് കാണുവാനില്ല എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കാലവും നാം ഇന്നായിരിക്കുന്ന കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴോ, അങ്ങനെ നാം താരതമ്യം ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്, അതൊരിക്കലും നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുവാനല്ല, മറിച്ച് അതിൽ നിന്ന് പോസിറ്റീവായിട്ട് ചില പാഠങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും മുന്നോട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുവാനുമാണ് ഇടയാകേണ്ടത്. ഇതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിരാശപ്പെട്ട് യാതൊരു ഗുണവുമില്ല, യാതൊരു പ്രയോജനവുമില്ല, യാതൊരു ഹോപ്പുമില്ല എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതൊന്ന്, ഈ കാലഘട്ടത്തിൽ തന്നെ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭ ചിലപ്പോൾ വളരെ ചെറിയ, വളരെ ഒരു സ്ഥലസഭയായിരിക്കാം. വളരെ കഴിവുള്ള പ്രാപ്തന്മാരായ അനേക ദൈവമക്കളുള്ള ഒരു വലിയ സഭയുമായിട്ട് നാം താരതമ്യപ്പെടുത്തി ചെയ്തുകൊണ്ട് നാം പറയുകയാണ്, അയ്യോ ഞങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അവരെ നിരാശപ്പെടുത്തുകയല്ല, നിരുത്സാഹപ്പെടുത്തുകയല്ല, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അതോട് ചേർന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, ഈ ഭാഗത്ത് നിന്ന് ഈ ദേവാലയത്തിന്റെ മഹത്വം അവർ നോക്കുമ്പോൾ
ശലോമോൻ പണിത ദേവാലയത്തിന്റെ മഹത്വം, ആ ദേവാലയത്തിന്റെ പണിയൊക്കെ ആ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതുപോലെ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും അതുപോലെ ഏറ്റവും മനോഹരമായ നിലയിൽ ഗ്ലോറിയസ് ആയിട്ട് താൻ ആ ദേവാലയം പണിതു. എന്നാൽ നാം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ദേവാലയത്തിന് മഹത്വം നൽകുന്നത് എന്താണ് വാസ്തവത്തിൽ? ഈ മനോഹരമായ പണിയാണോ, അതോ അവിടെ അധിവസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണോ? ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ വസിക്കുന്നുവെങ്കിൽ, ഈ ആലയത്തിൽ വസിക്കുന്നുവെങ്കിൽ, അതെത്ര ചെറുതാണെങ്കിലും അതിനെ മഹത്വപൂർണമാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം മുന്നോട്ടുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ അതിനെ മഹത്വപൂർണമാക്കും. 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പലപ്പോഴും അവർക്ക് ഈ സത്യം അവര് മറന്നുപോയിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തെക്കാൾ അവർ ആലയത്തിന് പ്രാധാന്യം കൊടുത്തു. അവരോർത്തു ദൈവ സാന്നിധ്യം ഇല്ലെങ്കിലും ഈ ആലയം എന്തോ ഒരു വലിയ കാര്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ ആലയത്തിന് ഒരു പ്രസക്തിയുമില്ല, അതെത്ര മനോഹരമായി പണിതാലും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ആ ആലയത്തിന്റെ പണി കാണിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കുക ഇല്ല, ദൈവത്തിന്റെ ആലയമാണ്. എന്നാൽ ദൈവ സാന്നിധ്യം അവിടെ ഇല്ല എങ്കിൽ ആ ആലയത്തിന് ദൈവം ഒരു വിശേഷതയും നൽകുന്നില്ല. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. ഒരു വാക്യം നമുക്കറിയാം. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിൽ ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഏലിയുടെ പുത്രന്മാർ ഹോഫ്നിയും ഫിനെഹാസും അവർ പട നയിക്കുകയാണ്. നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഫെലിസ്ത്യരോട് പരാജയപ്പെടുമ്പോൾ അവർ പറയുകയാണ്, യഹോവയുടെ പെട്ടകം കൊണ്ടുവരിക, നാം ജയിക്കും. അവിടെ ഒരു കാര്യം, ആ കാണുന്ന കാര്യം, യഹോവയുടെ പെട്ടകം കൊണ്ടുവരുന്നു. ഹോഫ്നിയും ഫിനെഹാസുമാണ് കൊണ്ടുവരുന്നത്. അവരുടെ യോഗ്യത നമുക്കറിയാം. ഈ യഹോവയുടെ പെട്ടകവും കൊണ്ടുവരുവാനുള്ള ഹോഫ്നിയുടെയും ഫിനെഹാസിന്റെയും ഏലിയുടെ പുത്രന്മാരുടെ യോഗ്യത അവിടെ എഴുതിയിട്ടുണ്ട്. ആ ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ തുച്ഛീകരിക്കുന്ന, ദൈവത്തിന്റെ യാഗത്തെ നിന്ദിക്കുന്ന, ദേവാലയത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ കൂടാരത്തിന്റെ മുമ്പിൽ ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിക്കുന്ന ഈ ഹോഫ്നിയും ഫിനെഹാസുമാണ് ഈ പെട്ടകവുമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, ജനമെല്ലാം ആർത്തു, ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ മധ്യത്തിൽ വന്നു. ദൈവ സാന്നിധ്യമില്ല. അവർ ആശ്രയിക്കുന്ന എന്തിലാണ്? ദൈവത്തിന്റെ പെട്ടകത്തിൽ. ദൈവം അവിടെ വസിക്കുന്നില്ല എങ്കിൽ, ആ പെട്ടകത്തിന്മേൽ ദൈവത്തിന്റെ തേജസ് വസിക്കുന്നില്ല എങ്കിൽ ആ പെട്ടകത്തിന് എന്ത് പ്രസക്തിയാണ്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ പെട്ടകം ദൈവത്തിന് പ്രാധാന്യമുള്ളതാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നാം കാണുന്നത് ആ പെട്ടകത്തിന് അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. ആ പെട്ടകത്തിന് അവരെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു, പെട്ടകം പിടിക്കപ്പെട്ടു. യിരെമ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പ്രവാചകനിലൂടെ ദൈവം പറയുന്ന വാക്ക് നോക്കുക. അതിന്റെ 7-ാം അധ്യായത്തിന് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 7 verses 3 to 8. Thus says the Lord of hosts, the God of Israel, change your ways and your behavior, and I will let you live in this place. Do not trust in the deceptive and lying words of the false prophets who claim that Jerusalem will be protected by God because of the temple, saying, this is the temple of the Lord, temple of the Lord, the temple of the Lord. For if you thoroughly change your ways and your behavior, if you thoroughly and honestly practice justice between a man and his neighbor. 8 up to 8, verse 8. You do not oppress the transient and the foreigner, the orphan or the widow, and do not shed innocent blood in Jerusalem, nor follow after other gods to your own ruin. Then I will let you live in this place, in the land that I gave to your fathers, forever and ever. Behold, you are trusting in deceptive and useless words that bring no benefit. ഇവിടെ നോക്കുക, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ഡിസെപ്റ്റീവ് വേർഡ്സ് സെയിങ്, ദിസ് ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരത്തെ ദൈവം നശിപ്പിക്കുകയില്ല.
ഇങ്ങനെയുള്ള വ്യർത്ഥ വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നോക്കുക, അവർ ദൈവ സാന്നിധ്യത്തെക്കാൾ ആ മന്ദിരത്തിന് പ്രാധാന്യം കൊടുത്തു. തീർച്ചയായിട്ടും ആ മന്ദിരത്തിന് പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ദൈവം വസിക്കുമ്പോഴാണ് ആ മന്ദിരത്തിന് പ്രാധാന്യം. അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അന്വേഷിച്ചില്ല, എന്നാൽ അവർ ദൈവത്തിന്റെ മന്ദിരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അതാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ, അത് അതിന്റെ ആ പണിയിൽ, അത് വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, അതിനെ മഹത്വപൂർണമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, സ്ഥലം സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. സ്ഥലം സഭ എന്നുള്ള നിലയിൽ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അംഗങ്ങൾ കുറവുള്ളതായിക്കൊള്ളട്ടെ വളരെ അംഗസംഖ്യയുള്ളവരായിക്കൊള്ളട്ടെ, അതിനെ വിശേഷമാക്കുന്നത് നമ്മുടെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ അധിവാസമാണ്, ആത്മീകമായ നടത്തിപ്പാണ്. അതില്ല എങ്കിൽ എത്ര അംഗങ്ങളുള്ളവരാണെങ്കിലും ആ ലവോദിക്ക സഭയേക്കാൾ യാതൊരു വിശേഷതയും ഇല്ല. നോക്ക, ലവോദിക്ക സഭ അവർ പുകഴുകയാണ്. ആക്ടിവിറ്റികൾ അനവധി ഉണ്ടാകാം, സമ്പത്ത് അനവധി ഉണ്ടാകാം, നല്ല മനോഹരമായ സഭകൾ ഉണ്ടായിരിക്കാം, ഇതെല്ലാം കാണാം. എന്നാൽ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിലോ? ദൈവം പുറത്താണ്. അവിടെ ഏതാണ് നാം കാണുന്നത്? സഭയുടെ നാഥനായ കർത്താവ് സഭയ്ക്ക് പുറത്താണ്. എന്നാൽ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഒരു കുറവും ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ട് ഇല്ല എന്നുള്ളത് പോലും അവർ തിരിച്ചറിയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുറവും ഇല്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രണ്ട് നിലയിൽ ഞാൻ പറഞ്ഞു. ഒന്ന്, പുറകോട്ട് തിരിഞ്ഞു നോക്കി ആ പഴയ ആത്മീയ തീഷ്ണതയും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ നമ്മളെ പോസിറ്റീവായിട്ട് ചില നല്ല പാഠങ്ങൾ പഠിക്കുവാനും നല്ല മാതൃകകൾ പിൻപറ്റുവാനും ഇടയാക്കണം. വേറൊന്ന്, പണ്ടുണ്ടായിരുന്ന മഹത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പണ്ടുണ്ടായിരുന്ന ആത്മീയതയിൽ ആശ്രയിച്ചുകൊണ്ട്, പണ്ടുണ്ടായിരുന്ന നമ്മുടെ തീഷ്ണതയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ആത്മീയ തീഷ്ണതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു പിന്മാറ്റക്കാരനായിരിക്കുന്നതിനേക്കാൾ ഉള്ള ബലം അനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നല്ലത്. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ അല്ലെങ്കിൽ ആരംഭ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ, നമുക്കുണ്ടായിരുന്ന തീഷ്ണതകളെ ഒക്കെ നാം പലപ്പോഴും പറയാറുണ്ട്. കാലങ്ങൾ മാറി, സാഹചര്യങ്ങൾ മാറി. എന്നാൽ ഇന്നും കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയും, നമുക്ക് അവന് വേണ്ടി ശുശ്രൂഷിപ്പാൻ കഴിയും, ജീവിക്കുവാൻ കഴിയും. പഴയ മഹിമയിൽ രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനല്ല, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനെ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നോക്കാൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവരെ എൻകറേജ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഓർപ്പിക്കട്ടെ, ഇവിടെ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അവരെ അധൈര്യപ്പെടുവാനുള്ള കാരണമാണ് നാം ഓർത്തത്. ഈ ആലയത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇടിവ് കണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അത് വളരെ ചെറുതാണല്ലോ എന്നോർത്ത്, അതിന്റെ മഹത്വം വളരെ കുറവാണല്ലോ എന്നോർത്ത് അവർ കരയുന്നത് നാം കണ്ടു. അവിടെയാണ് നാം കാണുന്നത് 4 മുതലുള്ള വാക്യങ്ങളിൽ അവരോട് പറയുകയാണ് ധൈര്യപ്പെടുക. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടെ നോക്കുക, അവിടെ 2 പദങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ധൈര്യപ്പെടുക, ടേക്ക് കറേജ്, ബി കറേജിയസ്. 2 നമുക്ക് കാണുവാൻ കഴിയുന്നത് ഡു നോട്ട് ഫിയർ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അവർക്ക്
ധൈര്യം നൽകുകയാണ്. നാം ദൈവവചനത്തിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് പല വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ ഈ ധൈര്യം അവൻ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ മാറ്റപ്പെട്ടു, ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് യോശുവയെ തിരഞ്ഞെടുത്തു ആക്കി. ആ യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്, ധൈര്യപ്പെടുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ആ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൻ പ്രകാരം നടക്കുവാൻ തക്കവണ്ണം നീ സൂക്ഷിക്കണം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എങ്ങനെ മോശയോട് കൂടെ ഇരുന്നുവോ അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവിടെ ആവർത്തിച്ച് യഹോവ യോശുവയോട് പറയുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നമുക്ക് അതിനു മുമ്പ് ഇസ്രായേൽ ജനത്തോട് പൊതുവിലും യോശുവയോടും മോശ ഈ കാര്യം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അതോടുള്ള ബന്ധത്തിൽ ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 31-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. Deuteronomy chapter 31 verses 6 to 8. Be strong and of a good courage, fear not, nor be afraid of them, for the Lord thy God, he it is that doth go with thee. He will not fail thee nor forsake thee. And Moses called unto Joshua and said unto him in the sight of all Israel, Be strong and of a good courage, for thou must go with these people unto the land which the Lord hath sworn unto their fathers to give them, and thou shalt cause them to inherit it. And the Lord, he it is that doth go before thee. He will be with thee, he will not fail thee, neither forsake thee. Fear not, neither be dismayed. നമുക്ക് കാണുവാൻ കഴിയുന്നത് 6-ാം വാക്യത്തിൽ എല്ലാ ഇസ്രായേലിനോടും മോശ പറയുന്ന വാക്കുകളാണ്. എന്നാൽ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം അവിടെ കാണുന്നത് യോശുവയെ വിളിച്ച് പറയുകയാണ്. നമുക്ക് കാണുവാൻ കഴിയുന്ന എല്ലാ ഇസ്രായേലിന്റെ മുമ്പിൽ യോശുവയോടും ഇതേ വാക്കുകൾ തന്നെ മോശ പറയുകയാണ്. അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കുവീൻ. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. അവിടെ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവാൻ മോശ ജനത്തോട് പറയുന്നു, യോശുവയോട് പറയുന്നു. മുമ്പേ ഓർത്തതുപോലെ യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ യോശുവയോട് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ശലോമോനോട് പറയുകയാണ്. ഈ യഹോവയുടെ ആലയത്തിന്റെ നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് ശലോമോനോട് ദൈവം പറയുന്ന ദാവീദ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 22 കടന്നു വരുമ്പോൾ, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 22 verses 11 to 13. Now my son, the Lord be with thee, and prosper thou, and build the house of the Lord thy God as he hath said of thee. Only the Lord give thee wisdom and understanding, and give thee charge concerning Israel, that thou mayest keep the law of the Lord thy God. Then shalt thou prosper, if thou takest heed to fulfill the statutes and judgments which the Lord charged Moses with concerning Israel. Be strong and of good courage, dread not, nor be dismayed. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം പറയുകയാണ്. നോക്കുക, and build the house of the Lord your God, just as he has spoken concerning you. അവിടെ നോക്കുക, ആ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, then you will prosper if you are careful to observe the statutes and the ordinances which the Lord commanded Moses concerning Israel. Be strong and courageous, do not fear nor be dismayed. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ ആലയം പണിയുവാനായിട്ട് ദാവീദ് വളരെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദിനെ അനുവദിച്ചില്ല. അവിടെയും ഒരു പാഠമുണ്ട്. നമ്മുടെ ഈ വിഷയം അപ്പോഴുള്ള ചിന്തയോടുള്ള ബന്ധത്തിലാണ് അല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ദൈവം നമ്മെ അനുവദിക്കുന്ന ശുശ്രൂഷകൾ മാത്രമേ നാം ചെയ്യുവാൻ പാടുള്ളൂ. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ മാത്രമേ നാം ചെയ്യുവാൻ പാടുള്ളൂ. നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട്, നമുക്ക് താല്പര്യമുള്ളത് കൊണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ശുശ്രൂഷയും ചെയ്യാമെന്നല്ല.
ദേവാലയം പണിയുവാൻ വളരെ ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. ആ ആഗ്രഹം മാത്രമല്ല നാം കാണുന്നത്, ശലോമോൻ ഈ ദേവാലയം പണിതുവെങ്കിലും ഈ ദേവാലയം പണിയുവാൻ ആവശ്യമുള്ളതെല്ലാം ദാവീദ് സ്വരുക്കൂട്ടി വെച്ചിരുന്നു. എന്നാൽ യഹോവ പറയുകയാണ്, നീ എനിക്കൊരാലയം പണിയുകയില്ല. ദാവീദിനെ കൊണ്ട് ഒരു ആലയം പണിയുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അതിന് തിരഞ്ഞെടുത്തത് ശലോമോനെയാണ്. അപ്പോൾ ദൈവം നമ്മെ അനുവദിക്കുന്ന, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ മാത്രമേ നാം ചെയ്യുവാൻ പാടുള്ളൂ. നമ്മെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ നാം ചെയ്യുവാൻ പാടില്ല. അത് ദൈവത്തിന് പ്രസാദമായിരിക്കുകയില്ല. നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. അത് വിശ്വസ്തയോടുകൂടെ നാം ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നാം ജ്വലിപ്പിക്കണം. എന്നാൽ നമ്മെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ നാം ചെയ്യുവാൻ പാടില്ല. ഇവിടെ ദാവീദ് ഇത് ശലോമോനെ കൊണ്ടാണ് ദൈവം ആ ആലയം പണിയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദാവീദ് ശലോമോനോട് പറയുന്ന വാക്കുകളാണ് നാം ഈ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ യഹോവയ്ക്ക് ഒരു ആലയം പണിയണം. അത് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്, ഡു നോട്ട് ഫിയർ nor be dismayed. ഇവിടെ നോക്കുക, നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യത്യസ്ത ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ ദാസന്മാരെ ശക്തിപ്പെടുത്തുന്നു, അവരെ ബലപ്പെടുത്തുന്നു. അവരോടൊക്കെ പറയുകയാണ്, ജനത്തെ നടത്തുന്നതിന് മുമ്പായിട്ട് യോശുവയോട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഒരു വലിയ ശുശ്രൂഷയാണ് ചെയ്യുവാൻ പോകുന്നത്. കനാനിലേക്ക് ചെന്ന് അവിടെയുള്ള ആ ജാതികളെല്ലാം നീക്കിക്കളഞ്ഞ് ആ ദേശം കൈവശമാക്കണം. ഈ ഗോത്രങ്ങൾക്ക് അത് വിഭാഗിച്ചു നൽകണം. വലിയൊരു ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവം തന്നോട് പറയുകയാണ്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഈ ദേശം കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് എല്ലാ ജനത്തോടും പറയുകയാണ്, നിങ്ങൾ പോയി ആ ദേശം കൈവശമാക്കണം. നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. ദൈവത്തിന്റെ ആലയം പണിയുന്നതിന് മുമ്പ് ദാവീദ് ശലോമോനോട് പറയുകയാണ്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഇവിടെയും നോക്കാൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ബി കറേജിയസ്, ടേക്ക് കറേജ്, ഡു നോട്ട് ഫിയർ. നമുക്ക് ദൈവം വെറുതെ എന്ന് പറയുകയല്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ദൈവം പറയുമ്പോൾ വെറുതെ ദൈവം എന്ന് പറയുകയല്ല. ഇവിടെ നമുക്ക് ചില കാരണങ്ങൾ കാണാം, ചില അടിസ്ഥാനങ്ങൾ കാണാം. സം ഗ്രൗണ്ട് ഓഫ് എൻകറേജ്മെന്റ്, സം ബേസിസ് ഓഫ് എൻകറേജ്മെന്റ്. അതിന്റെ ചില അടിസ്ഥാനങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2-3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്ന്, നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം വായിച്ച വാക്യങ്ങൾ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അത് മാത്രമല്ല നാം ഇതിനു മുമ്പ് വായിച്ച റെഫറൻസുകളിൽ യോശുവയോടുള്ള ബന്ധത്തിലും ശലോമോനോടുള്ള ബന്ധത്തിലും ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും എല്ലാം വായിച്ച വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദൈവം പറയാണ്, ഐ വിൽ ബി വിത്ത് യു. നീ ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവം ഈ ധൈര്യപ്പെടുത്തുന്നത് ചില ഗ്രൗണ്ടിന്റെ ചില അടിസ്ഥാനത്തിലാണ്, ചില അടിസ്ഥാനങ്ങളുടെ മുകളിലാണ്. അതിലൊന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹി പ്രോമിസ് ഹിസ് പ്രസൻസ്. ദൈവത്തിന്റെ ആ സാന്നിധ്യം വാഗ്ദത്തം ചെയ്തു. നീ ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 2 പ്രയോഗങ്ങൾ നമുക്ക് കാണാം. നോക്കുക, അതിന്റെ ആ ഹഗായിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഐ ആം വിത്ത് യു, ഫോർ ഐ ആം വിത്ത് യു, ഡിക്ലെയേഴ്സ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവന്റെ അധികാരത്തെയാണ്, സ്വർഗത്തിലെ സകല സൈന്യത്തിന്റെയും അധിപനാണവൻ. ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്, മൈ സ്പിരിറ്റ് ഈസ് അബൈഡിങ് ഇൻ യുവർ മിഡ്സ്റ്റ്. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാരണം ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ട്. അവിടെ ആ 5-ാം വാക്യത്തിൽ അവിടെ ഒരു കാര്യം നമുക്ക് കാണാം. 5-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്, ആസ് ഫോർ ദ പ്രോമിസ് വിച്ച് ഐ മെയ്ഡ് യു വെൻ യു കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ, മിസ്രൈമിൽ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്ത ആ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ, ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ, അതിൻ പ്രകാരം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് മിസ്രൈമിൽ ദൈവം അവരെ കൊണ്ടുവരുമ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. അവൻ അവരുടെ മധ്യത്തിൽ വസിക്കുമെന്ന്.
ആ ആലയത്തിൽ അവൻ വസിക്കുമെന്ന് അത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം. ആ റെഫറൻസിലേക്കൊന്നും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പോകുന്നില്ല. 29-ാം അധ്യായത്തിന്റെ 42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എക്സോഡസ് ചാപ്റ്റർ 29 വേഴ്സസ് 42 to 46 ആ റെഫറൻസ് വായിക്കുമ്പോൾ നമുക്ക് കാണാം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കും. ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയ്ക്ക് ഒരു കൂടാരം പണിയുവാനുള്ള കൽപ്പന നൽകുന്നതാണ്. അത് നൽകുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കും. ഇവിടെ ആ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർക്കുവീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഒന്നാമത് അവരോട് ധൈര്യപ്പെടുവീൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ സാന്നിധ്യം. ഇത് തന്നെയല്ലേ കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഒരു വലിയ നിയോഗവും നൽകി അവരെ അയക്കുമ്പോൾ കർത്താവിനോട് പറയുന്നത്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. I am with you always, even to the end of the age. His presence, he promised his presence. എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് കടന്നു വരുമ്പോൾ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളെ കടന്നു വരുമ്പോൾ നോക്കുക. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? For thus saith the Lord of hosts, yet once it is a little while, and I will shake the heavens and the earth and the sea and the dry land, and I will shake all nations, and the desire of all nations shall come, and I will fill this house with glory, saith the Lord of hosts. The silver is mine, and the gold is mine, saith the Lord of hosts. The glory of this latter house shall be greater than of the former, saith the Lord of hosts. And in this place will I give peace, saith the Lord of hosts. Okay, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് the words of his promise, അവന്റെ വാഗ്ദത്തം. അവിടെ വാഗ്ദത്തം എന്താണ്? അതിന്റെ നോക്കുക, അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ അവസാനം വായിക്കുന്നുണ്ട്, I will fill this house with glory. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഞാൻ ആരംഭത്തിൽ മുമ്പേ ഓർപ്പിക്കുകയുണ്ടായി, കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, ശലോമോൻ പണിത ദേവാലയത്തിന്റെ ആ പണിയുടെ മഹത്വമല്ല, ആ ദേവാലയത്തെ മഹത്വപൂർണമാക്കിയത് യഹോവയുടെ സാന്നിധ്യമാണ്. അത് ആ സമാഗമന കൂടാരത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി എന്ന് പറഞ്ഞാൽ ആകർഷകമായിട്ടുള്ളതൊന്നും ആ കൂടാരത്തിനില്ല. പുറമേ നോക്കിയാൽ ആകർഷകമായിട്ടുള്ളതൊന്നുമില്ല. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് കർത്താവിനോടുള്ള ബന്ധത്തിലും അങ്ങനെയാണ്, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും അങ്ങനെയാണ്, ദൈവസഭയോടുള്ള ബന്ധത്തിലും. ദൈവസഭയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് ദൈവസഭയുടെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം പുറത്തു നിന്ന് നോക്കുമ്പോൾ ആ കൂടാരത്തിന്റെ മൂടി പോലെയാണ്. പലപ്പോഴും ആ പാട്ട് നാം പാടാറുണ്ട്, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി എന്ന് പറഞ്ഞാൽ കൂടാരത്തിന്റെ പുറമേ നോക്കുമ്പോൾ യാതൊരു വിശേഷതയുമില്ല. കറുത്ത തകശുത്തോൽ കൊണ്ടുള്ള ആ പുറംമൂടിയാണ് നമുക്ക് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഉള്ളിലാണ് അതിന്റെ മഹത്വം. ഇനിയും അതിനെ മഹത്വപൂർണമാക്കുന്ന എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പുറപ്പാട് പുസ്തകം അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, മോശയ്ക്ക് പോലും ആ കൂടാരത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. അതേ മഹത്വമാണ് ശലോമോന്റെ ദേവാലയത്തിലും. ആ കൂടാരത്തിൽ വസിച്ച ആ ദൈവ മഹത്വം, അതാണ് ശലോമോൻ പണിത ദേവാലയത്തിലും വസിക്കുന്നത്. യഹോവ പറയാണ്, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഏതുമില്ലാത്തതുപോലെ തോന്നുന്നുവെങ്കിലും ഈ ആലയത്തിൽ എന്റെ സാന്നിധ്യം വസിക്കുമ്പോൾ അത് മഹത്വപൂർണമായി മാറും. അത് മാത്രമല്ല, നാം വായിച്ച ഈ വാക്യങ്ങൾക്ക് ഇത് ഭാവിയോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിലും
ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വരുവാൻ പോകുന്ന മഹത്വത്തോടുള്ള ബന്ധത്തിലും ഒരു പ്രവചനമായിട്ട് നമുക്ക് ഈ വാക്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും വായിക്കുകയാണ്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നോക്കുക, നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് പല ട്രാൻസ്ലേഷനുകളിൽ ആ 7-ാം വാക്യം പല നിലകളിലുണ്ട്. മലയാളത്തിൽ വായിക്കുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും എന്നാണ്. KJV NKJV ഒന്ന് വായിക്കാമോ? And I will shake all nations, and the desire of all nations shall come, and I will desire of all nations shall come. സകല ജാതികളുടെയും ആഗ്രഹമായിരിക്കുന്നവൻ, ആഗ്രഹം വരും. NASBയിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, I will shake all the nations and they will come with the wealth of all nations. പല ട്രാൻസ്ലേഷനുകളിൽ പല നിലയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. മനോഹരമായവൻ, അതാ മനോഹര വസ്തു എന്നുള്ളതിന് മനോഹരമായവൻ എന്നുള്ള ആശയത്തിൽ അത് KJVയിൽ വായിക്കുമ്പോൾ ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ്, സകല ജാതികളുടെയും ആഗ്രഹമായിരിക്കുന്നവൻ. ഇവിടെ നോക്കുക, ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ പണിയുന്ന ആലയത്തെ മഹത്വപൂർണമാക്കും, അത് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് മഹത്വപൂർണമാകും. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സകല ജാതികളെയും ആകർഷിക്കത്തക്ക നിലയിൽ അതിനെ മഹത്വപൂർണമാക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്, മെശിഹയുടെ സാന്നിധ്യമാണ്. ചില വാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നോക്കുക, വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 21-ാം അധ്യായം അതിന്റെ 24-ാം വാക്യവും 26-ാം വാക്യവും ഒന്ന് വായിക്കാം. Revelation chapter 21 verse 24 and 26. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. 26-ാം വാക്യം, ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ഇവിടെ നോക്കുക, ഇവിടെ തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ഈ ആലയത്തെ കുറിച്ചോ അല്ലെങ്കിൽ മിലേനിയൽ ആ കിങ്ഡം, ആ 1000 ആണ്ട് വാഴ്ച സമയത്തെ ആലയത്തെ കുറിച്ചോ ഒന്നുമല്ല. 21-ാം അധ്യായം നമുക്കറിയാം, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലുമേക്ക് അലങ്കരിച്ച ആ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരുന്നത് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ മന്ദിരമില്ല, ആ യെരുശലേമിൽ മന്ദിരമില്ല. ആ പുതിയ യെരുശലേമിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മന്ദിരമില്ല. അവിടെ നാം വായിക്കുന്നുണ്ട്, നോക്കുക, അതിനു മുമ്പ് അതിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുകയാണ്, I saw no temple in it, for the Lord God the Almighty and the Lamb are its temple. അവിടെ ദൈവം, സർവശക്തനായ ദൈവവും കുഞ്ഞാടുമാണ് അവിടുത്തെ മന്ദിരം എന്ന് പറയുന്നത്. ആ യെരുശലേമിൽ, പഴയ യെരുശലേമിൽ ഒരു ആലയം ഉണ്ടായിരുന്നത് പോലെ പുതിയ യെരുശലേമിൽ ഒരു ആലയമില്ല. എന്നാൽ ആ ഒരു വാക്യം മാത്രമാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു പ്രയോഗം നമുക്ക് കാണാം. നോക്കുക, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അപ്പൊ കർത്താവിന്റെ ആ സന്നിധിയിലേക്ക് സർവമഹത്വവും കടന്നു വരുന്നത് നമുക്ക് കാണാം. നോക്കുക, അതിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. അത് 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. എന്നാൽ അത് മിലേനിയൽ ആ കിങ്ഡം, ആ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് വാഴുമ്പോഴും അതേ നിലയിലായിരിക്കും.
അവിടെയൊക്കെ രാജാക്കന്മാർ കപ്പം കൊണ്ടുവരും. നോക്കുക, നമുക്ക് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേലിന്റെ ആ റെസ്റ്റോറേഷനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ഭാവിയിൽ ആ യെരുശലേമിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സിയോനെ കുറിച്ച് വായിക്കുന്നത് നോക്കുക, അതിന്റെ 60-ാം അധ്യായത്തിന്റെ ബുക്ക് ഓഫ് ഐഷയ ചാപ്റ്റർ 60, അതിലെ ചില വാക്യങ്ങളൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Arise, shine, for thy light is come, and the glory of the Lord is risen upon thee. For behold, the darkness shall cover the earth, and gross darkness the people. But the Lord shall arise upon thee, and his glory shall be seen upon thee. And the Gentiles shall come to thy light, and kings to the brightness of thy rising. Lift up thy eyes round about, and see, all they gather themselves together. They come to thee. Thy sons shall come from far, and thy daughters shall be nursed at thy side. Then thou shalt see and flow together, and thine heart shall fear and be enlarged, because the abundance of the sea shall be converted unto thee. The forces of the Gentiles shall come unto thee. The multitude of camels shall cover thee. The dromedaries of Midian and Ephah, all they from Sheba shall come. They shall bring gold and incense, and they shall show forth the praises of the Lord. നമുക്ക് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭാവിയിൽ ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ആ ഇസ്രായേലിന്റെ സന്നിധിയിലേക്ക് അത് മെശിഹ അവർക്ക് അവരുടെ രക്ഷകനായി വരികയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഭാവിയിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന യഥാസ്ഥാപനത്തെ കുറിച്ചും പറഞ്ഞു വന്നിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അന്ന് അവിടേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ജാതികളുടെ സമ്പത്ത് അവരുടെ അടുക്കിലേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ വായിക്കുന്നുണ്ട്, because the abundance of sea will be turned to you, the wealth of the nations will come to you. അപ്പോൾ സകല ജാതികളുടെയും ധനം, ആ സമ്പത്ത് എല്ലാം അവിടേക്ക് ഒഴുകി വരും എന്നുള്ള കാര്യം നമുക്ക് കാണാം. നോക്കുക, അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, nations will come to your light and kings to the brightness of your rising. അപ്പോൾ ഇസ്രായേലിന്റെ അടുക്കലേക്ക് സകല ജാതികളും കടന്നു വരുവാൻ ഇടയായി തീരും. അവരുടെ സമ്പത്തൊക്കെയും അവരുടെ അടുക്കിലേക്ക് വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. കർത്താവായ യേശുക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവരുടെ രാജാവായിരിക്കുമ്പോൾ, അവരുടെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ മഹത്വം അവർക്ക് പൂർണ്ണമായി തീരുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. മഹത്വപൂർണ്ണമാക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് അവരുടെ രാജാവായി വാഴുമ്പോഴാണ് ആ പൂർണ്ണത അവർക്ക് കൈവരുവാൻ പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ പണിയുന്ന ദേവാലയത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ വസിക്കുകയും ആ മഹത്വം അവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും വാസ്തവമാണ്. എന്നാൽ അതിന്റെ ഒരു ഫൈനൽ ഫുൾഫിൽമെന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു അവരുടെ മെശിഹയായിട്ട് അവരുടെ മധ്യത്തിലുള്ളപ്പോഴാണ് സർവ്വ മഹത്വം ഇവിടേക്ക് വരുന്നത്. അവനാണ് അവരുടെ മഹത്വം. കർത്താവായ യേശുക്രിസ്തുവാണ് മഹത്വം. അവന്റെ സാന്നിധ്യമാണ് മഹത്വം. ഇത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് ചെന്നു. അവന് വായിക്കുവാനായിട്ട് പുസ്തകം കൊടുത്തു. അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. അവിടെ നാം വായിക്കുന്നുണ്ട്, പള്ളിയിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. അപ്പോൾ അവൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അവൻ 12 വയസ്സപ്പോ മാതാപിതാക്കന്മാരോടുകൂടെ ദേവാലയത്തിൽ പോയി. അവിടെയും നാം കാണുന്നത്, അവിടെ ഉണ്ടായിരുന്ന പരീശന്മാര്, ശാസ്ത്രിമാര്, പുരോഹിതന്മാര് അവരെല്ലാം വിസ്മയിച്ചു അവന്റെ ജ്ഞാനം കണ്ടുകൊണ്ട്. അപ്പോൾ അവൻ ആകർഷക വസ്തുവാണ്, അവൻ മനോഹര വസ്തുവാണ്. എല്ലാവരും അവരുടെ ആകർഷണം അവങ്കിലേക്ക് വരും. ഇന്ന് ജാതികളുടെ ആകർഷണം അവങ്കിലേക്ക് അല്ല. ജാതികൾ ആ നിലയിൽ അവങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കർത്താവ് വാഴുമ്പോൾ സകല ജാതികളും സകല രാജാക്കന്മാരും അവങ്കിലേക്ക് ആകർഷിതരായി തീരും. അവർ അവന്റെ അടുക്കലേക്ക് കപ്പം കൊണ്ടുവരും. അവരുടെ ധനം അവന്റെ അടുക്കലേക്ക് ഒഴുകും. ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം കാണുന്നത്, നാം ഓർത്തത്, കർത്താവ് അവർക്ക് വാഗ്ദത്തം നൽകി.
കർത്താവിന്റെ പ്രസൻസ്, അവന്റെ ആ പ്രോമിസ്, ആ വാഗ്ദത്വം എന്ന് പറയുന്നത് ഐ വിൽ ഫിൽ ദിസ് ഹൗസ് വിത്ത് ഗ്ലോറി. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കി മാറ്റും. അത് തന്റെ പുത്രനിലൂടെയാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് 9-ാം വാക്യത്തിലും നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. ലേറ്റർ ഗ്ലോറി ഓഫ് ദിസ് ഹൗസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോർമർ. ഇനിയും ഉണ്ടാകുവാൻ പോകുന്ന മഹത്വം എന്ന് പറയുന്നത് ആദ്യത്തേതിനേക്കാൾ വലിയതായിരിക്കും. ആ ഒരു വലിയ മഹത്വത്തിലേക്ക് അവൻ തന്റെ ആലയത്തെ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. The silver is mine and the gold is mine, declares the Lord of hosts. His provision. നോക്കുക, അവൻ പ്രൊവൈഡ് ചെയ്യും അവർക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, കർത്താവിന്റെ വേലയെ ഓർത്ത് അല്ലെങ്കിൽ അതിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള, കഴിഞ്ഞ ആഴ്ചയാണോ അതിനു മുമ്പാണോ ഞാൻ ഈ പഠനത്തിൽ തന്നെ ഓർപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഫണ്ടിനെ ഓർത്ത് നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അനേക ആളുകൾ ഇന്ന്, അനേകരുടെ വേവലാതി എന്ന് പറയുന്നത് ഫണ്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയാണെങ്കിൽ അതിന്റെ പ്രൊവിഷൻ കർത്താവാണ് നൽകുന്നത്. നാം അവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതി. നോക്ക, ഫിലിപ്പ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പ്യ സഭ പൗലോസിന് ഒരു സാമ്പത്തികമായ ഒരു കൂട്ടായ്മ അയച്ചു. അത് പ്രതിഗ്രഹിച്ച ഒരു സൗരഭ്യവാസനയായിട്ട് താൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുമ്പോൾ പൗലോസ് മുന്നോട്ട് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, ആ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരും. അപ്പോൾ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത് തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ്. എന്നാൽ നമ്മുടെ നോട്ടം ഒരിക്കലും ആ പ്രൊവിഷനിലേക്കാകുവാൻ പാടില്ല, ആ പ്രൊവൈഡിലേക്കായിരിക്കണം. നമുക്കറിയാം, ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ, 3.5 വർഷം മഴ പെയ്യുകയില്ല. നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഏലിയാവിനോട് പറയുകയാണ്, നീ കെരീത്ത് തോട്ടിലേക്ക് പോകുക, അവിടെ നിനക്ക് അപ്പം തരുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഏലിയാവ് നോക്കുന്ന കാക്കയല്ല. എന്ന് പറഞ്ഞാൽ കെരീത്ത് തോട് പറ്റും, കാക്ക അപ്പം കൊണ്ടുവരുന്നത് നിർത്തും. എന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷന് ഒരു ഭംഗവും വരികയില്ല. ദൈവത്തിന് വേറൊരു വാതിൽ തുറക്കുവാൻ കഴിയും. യഹോവ പറയുകയാണ്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. നോക്കുക, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. നാം വായിക്കുന്നുണ്ട്, ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയുടേതാണ്. സർവ സൃഷ്ടിയുടെയും ഉടയവനാണവൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അവൻ സകലത്തിന്റെയും അധിപതിയാണ്. അവനൊരു ദാരിദ്ര്യവുമില്ല. അവന്റെ വേല, അതിന്റെ പ്രൊവിഷൻ അവനാണ് നൽകുന്നത്. നമുക്ക് കാണുവാൻ കഴിയുന്നു, അവരോട് ധൈര്യപ്പെടുത്തുകയാണ്, ബി കറേജിയസ്, ഡു നോട്ട് ഫിയർ. 3 കാര്യങ്ങൾ. I will be with you. My spirit dwell among you, dwell in the midst of you. നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ആത്മാവ് വസിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. 2, the promise, I will fill this house with glory. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കി മാറ്റും. 3, I will provide. വെള്ളിയും പൊന്നും എനിക്കുള്ളതാണ്. നോക്ക പ്രിയമുള്ളവരെ, നമുക്കും അവനിൽ ആശ്രയിക്കാം. ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കമ്പയർ ചെയ്ത്, താരതമ്യം ചെയ്ത് നിരുത്സാഹപ്പെട്ട് പുറകോട്ട് പോകുവാനല്ല. കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മെ ശാസിക്കും, നമ്മെ ധൈര്യപ്പെടുത്തും. അവൻ നമുക്ക് ധൈര്യത്തിന്റെ വാക്കുകൾ നൽകുമ്പോൾ നമുക്ക് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാം. കർത്താവ് ഓരോ മിഷനും ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കുമ്പോൾ അതോട് ചേർന്ന് കർത്താവ് അവർക്ക് നൽകുന്ന ധൈര്യം നാം കണ്ടു. യോശുവയെ ധൈര്യപ്പെടുത്തുന്നു, ശലോമോനെ ദാവീദ് ധൈര്യപ്പെടുത്തുന്നു. ഇവിടെ ഈ ദേവാലയത്തിന്റെ പണി ചെയ്യുന്ന ആ ജനത്തെ, സെരുബാബേലിനെയും യോശുവയെയും ആ ജനത്തെയും ധൈര്യപ്പെടുത്തുകയാണ്. ബി കറേജിയസ്. നമുക്ക് ധൈര്യപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിന്റെ വേല ചെയ്യാം. തന്റെ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുന്ന അവന്റെ സാന്നിധ്യമാണ്.
അവന്റെ ആ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള കുറവുകൾ, അവൻ നമ്മുടെ മധ്യത്തിൽ വസിക്കുവാൻ തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും നമ്മിലുണ്ടോ എന്ന് നോക്കാം. അവന്റെ ആ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാം. അവനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ലാലച്ചൻ ബ്രദർ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.